بسم الله الرحمن الرحيم رب زدني علما السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آل وصحاب سيدنا مولانا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ആക്കോലിൽ മുസ്ലിം ജമാഅത്തിൻ്റെ ബഹുവന്യരായ അധ്യക്ഷരെ, ജമാഅത്ത് പരിപാലന കമ്മിറ്റിയിലെ ഭാരവാഹികളെ, ജമാഅത്തിലെ അംഗങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തെറ്റുകുറ്റങ്ങളും പുറത്തു തരട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിലും ത്വാഅത്തിലുമായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നാഥൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും അകറ്റി സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നാം ഏവർക്കും നാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു തആല പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക്, പ്രത്യേകിച്ചു നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്തും മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗപ്രവേശവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന കൊച്ചുതങ്ങളുപ്പാപ്പാൻ്റെ ആത്മീയമായ നിയന്ത്രണവും സഹായവും സംരക്ഷണവും കാവലും നാം ഏവർക്കും നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊച്ചുതങ്ങളുപ്പാപ്പാൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വിജയത്തിലാക്കി തരുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിചരാചരങ്ങളിൽ അത്യുത്തമ വർഗമാണല്ലോ മനുഷ്യർ. ഈ ഭൂമിയും അതിനു മുകളിൽ മേലാപ്പായി അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന നീലാകാശവും അവ രണ്ടിലുമുള്ള സകല ചരാചരങ്ങളും നമ്മൾ മനുഷ്യർക്കു വേണ്ടി അല്ലാഹു ഒരുക്കിയതാണ്. ഈ ഭൂമികയാണ് മനുഷ്യന് വാസസ്ഥലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. ഇതര ചരാചരങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും നോക്കി നടത്തുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം മനുഷ്യനാണ് അല്ലാഹു നൽകിയിരിക്കുന്നത്. എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണല്ലോ. സാമൂഹിക ജീവി എന്ന നിലക്ക് പരസ്പരാശ്രയത്വത്തോടെയാണ് മനുഷ്യനിവിടെ കഴിഞ്ഞുകൂടുന്നത്. അതിനായി പടച്ച തമ്പുരാൻ പല വിധത്തിലുള്ള ബന്ധങ്ങളും മനുഷ്യർക്കിടയിൽ സംവിധാനിച്ചിട്ടുണ്ട്. സൃഷ്ടാവായ യജമാനനോടെന്ന പോലെ സമസൃഷ്ടികളോടും മനുഷ്യനു കടമകളും കടപ്പാടുകളുമുണ്ട്. പക്ഷേ യജമാനനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെല്ലാവരും. അതിനാൽ എല്ലാ സൃഷ്ടികൾക്കും പരമമായ കടപ്പാട് സ്രഷ്ടാവിനോടാണ് ഉണ്ടാകേണ്ടത്. സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്കും വിലക്കുകൾക്കും വിധേയമായാണ് മറ്റുള്ളവരുടെ കടപ്പാടുകളെല്ലാം നടത്തേണ്ടത്. നാം ഈ യാഥാർത്ഥ്യം അടിവരയിട്ട് മനസ്സിലാക്കണം. ബഹുമാനികളെ, ഒന്നോർത്തു നോക്കുക, നമ്മൾ എങ്ങനെയാണ് ഭൂമിയിലെത്തിയത്? ആരാണ് ഇவ்விധം നമ്മെ രൂപകൽപ്പന നടത്തിയത്?
ഇരുകാലിൽ തല ഉയർത്തി നടക്കുന്ന ഏക ജീവി ഭൂമുഖത്ത് കാണപ്പെടുന്നത് മനുഷ്യനാണല്ലോ. അറിവും വിവേകവും ബുദ്ധിശക്തിയും സൂത്രതന്ത്രങ്ങളും എല്ലാമുള്ള ജീവിയാണല്ലോ ഞാൻ നിങ്ങളുമടങ്ങുന്ന മനുഷ്യ സമൂഹം. മറ്റു ജീവികളെയെല്ലാം നാം വിധേയപ്പെടുത്തി ഭരിക്കുന്നു. ആന മുതൽ കുഴിയാന വരെ നമുക്ക് വഴങ്ങുമല്ലോ. കാട്ടുജീവികളെയും നാട്ടുജീവികളെയും എല്ലാം നാം മെരുക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പാകത്തിൽ മനുഷ്യരാകുന്ന നമ്മെ സംവിധാനിച്ചതാരാണ്? നമ്മൾ ഓരോരുത്തർക്കും സവിശേഷമായ വ്യത്യസ്തമായ രൂപങ്ങളാണല്ലോ നൽകിയിരിക്കുന്നത്. ഒരാൾക്കും മറ്റൊരുത്തൻ്റെ തനി രൂപമില്ല തന്നെ. മുഖവും കൈകാലുകളുമെല്ലാം വേറെ വേറെയാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. അതീവ സാമ്യമുള്ള ഇരട്ട കുട്ടികൾക്കിടയിൽ പോലും വ്യക്തമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര തന്നെ സാമ്യത ഉള്ളവരായ കുട്ടികളാണെങ്കിൽ പോലും അവർക്കിടയിൽ വ്യക്തമായ വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ, നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓരോരുത്തർക്കും പ്രത്യേക തിരിച്ചറിയൽ അടയാളങ്ങളുമുണ്ടല്ലോ. കൈവിരലുകളിലും കാൽ വിരലുകളിലുമെല്ലാം ഓരോ മനുഷ്യനും തൻ്റെ സവിശേഷത നിലനിർത്തുന്നു. കൈവിരലൊപ്പുകളാണല്ലോ ഒരു കാലത്ത് ഏറ്റവും വലിയ തിരിച്ചറിയൽ ചിഹ്നമായി നാം കണ്ടിരുന്നത്. കണ്ണിലും കാതിലും മുഖത്തിലുമെല്ലാം യഥാർത്ഥത്തിൽ ഈ വ്യക്തിത്വ വ്യത്യാസങ്ങൾ ഏതൊരു മനുഷ്യനിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നാം ചിന്തിക്കണം ബഹുമാനികളെ, ആരാണ് ഇவ்விധം നമ്മെ രൂപപ്പെടുത്തിയത്? ആരാണ് നമ്മെ ഇவ்விധം രൂപപ്പെടുത്തി സൃഷ്ടിച്ചത്? സൂക്ഷ്മജ്ഞനായ സർവജ്ഞനായ അല്ലാഹു മാത്രമാണ് ഇவ்விധം നമ്മെ രൂപപ്പെടുത്തിയത്. ഈമാനുള്ള ഞാനും നിങ്ങളും അടങ്ങുന്ന സത്യവിശ്വാസികൾ ഈ വസ്തുത ബോധ്യപ്പെട്ടവരാവുക തന്നെ വേണം. ഉമ്മയുടെ ഉദരത്തിൽ വെച്ചേ നാം ഇങ്ങനെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരിക്കലും സംശയമുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നാം കഴിയുന്ന സമയത്ത് ഉമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കാണിതിൽ അല്ലാഹുവിനൊപ്പം പങ്കുള്ളത്? ബീജാണ്ടങ്ങൾ മാതാപിതാക്കളുടേതാകാം, പക്ഷേ അവരിൽ അതിനെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ, ഓരോ മാതാപിതാക്കളുടെ ബീജ അണ്ടങ്ങളിൽ നിന്നും ജനിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്തവും സവിശേഷവുമായ രൂപകൽപ്പന നമുക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ മറ്റാർക്കെങ്കിലുമോ ഇതിൽ യാതൊരു പങ്കുമില്ല. പ്രിയമുള്ളവരെ, സർവജ്ഞനായ സൂക്ഷ്മജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അവൻ്റെ അഭീഷ്ടപ്രകാരം രൂപപ്പെടുത്തി സൃഷ്ടിച്ചതാണ് നമ്മെ. നാം ജനിക്കും മുമ്പേ ഒരുക്കപ്പെട്ടതാണല്ലോ ഈ ഭൂമിയും അതിലെ സകല ചരാചരങ്ങളുമെല്ലാം. ഇവിടെ അവൻ ഒരുക്കിയ വായു ശ്വസിച്ച്, അവൻ നൽകുന്ന വെള്ളം കുടിച്ച്, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങൾ തിന്നുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. കൊണ്ടുതന്നെയാണ് നാം നിലനിൽക്കുന്നതും. സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിനോടൊപ്പം മറ്റാരോടാണ് നമുക്ക് കടപ്പാടുള്ളത്? ആത്മാർത്ഥമായി ബഹുമാനികളെ ഞാനും നിങ്ങളും ചിന്തിക്കണം. ഇല്ലായ്മയിൽ നിന്നും സർവ്വതും സൃഷ്ടിച്ച സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിനോടൊപ്പം നമുക്ക് മറ്റൊന്നിനോടും കടപ്പാടില്ല തന്നെ. പ്രിയമുള്ളവരെ, ഇല്ലായ്മയിൽ നിന്നും സകലതും സൃഷ്ടിച്ച സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ യജമാനനായ അല്ലാഹുവിനോടൊപ്പം മറ്റാരോടും നമുക്ക് കടപ്പാടില്ല തന്നെ. പ്രിയമുള്ളവരെ, ആദ്യന്തം നാം യജമാനനായ റബ്ബിനോട് കടപ്പെട്ടിരിക്കുന്നു. അവൻ നിർദ്ദേശിച്ച അളവിൽ മാത്രമാണ് നമ്മെപ്പോലെ അവൻ്റെ സൃഷ്ടികളായ മറ്റുള്ളവരോട് നമുക്ക് കടപ്പാടുള്ളത്. മാതാപിതാക്കൾ, മക്കൾ, ഇണകൾ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട ആരെല്ലാമുണ്ടോ അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെപ്പോലെ മാത്രം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളാണ്. അവരുടെയും നമ്മുടെയും സ്രഷ്ടാവും പരിപാലകനും ജഗപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ലാഹു നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രമേ മറ്റുള്ള സൃഷ്ടികളോട് നമുക്ക് കടപ്പാടുള്ളൂ. അതിനപ്പുറം അല്ലാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു കടമയും കടപ്പാടും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ആരോടും നിർവഹിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഈ വസ്തുത നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ബഹുമാനികളെ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരിൽ നമുക്ക് ബന്ധമുള്ളവരോട് നമുക്കടുപ്പം കൂടിയാൽ അവരിൽ ലയിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ മറക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന,
പടച്ചറബിനെ മറന്നുകൊണ്ട് സംസാരിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമുക്കിടയിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ ഇവിടെ വിസ്മൃതമാകുന്നു. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായി അള്ളാഹുവിന് കോപമുള്ള, അള്ളാഹു അങ്ങേയറ്റം വെറുക്കുന്ന കാര്യങ്ങളിൽ വരെ ഒരു സങ്കോചവുമില്ലാതെ ചെന്നു വീഴുന്നു. താൽക്കാലിക നേട്ടത്തിനു വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുന്നു. താൽക്കാലിക നേട്ടത്തിനു വേണ്ടി ബന്ധങ്ങളെ വേർപിരിക്കുന്നു. താൽക്കാലിക നേട്ടത്തിനു വേണ്ടി പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അള്ളാഹുവിനെ വിസ്മരിക്കുന്നു. അതിലൂടെ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്നു. അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ വിസ്മരിച്ചുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി നിൽക്കുന്ന ഇത്തരം വ്യക്തികളെ താക്കീത് ചെയ്യുന്നൊരു തിരുവചനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത് ഇമാം തബറാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഈ ഹദീസ് നമുക്ക് വളരെയേറെ ഗുണപാഠങ്ങൾ നൽകും. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലൂടെ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന തിരുവചനത്തിൽ ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ അസ്ഖത്തല്ലാഹ ഫീ ദിൽനാസ്, ജനങ്ങളുടെ പ്രീതിയിൽ വല്ലവനും അല്ലാഹുവിന് കോപമുണ്ടാക്കിയാൽ സഖിത്തല്ലാഹു അലൈഹി, അല്ലാഹു അവൻ്റെ മേൽ കോപിക്കും. ജനങ്ങളുടെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടി അല്ലാഹുവിന് ആരെങ്കിലും കോപമുണ്ടാക്കിയാൽ അല്ലാഹു അവൻ്റെ മേൽ കോപിഷ്ഠനാകും. തീർന്നില്ല, വഅസ്ഖത അലൈഹി മൻ അർളാഹു ഫീ സുഖ്തിഹി, അള്ളാഹുവിൻ്റെ അപ്രീതിയിൽ താൻ പ്രീതിപ്പെടുത്തിയതാരെയാണോ അവരെ പോലും ഇവനു നേരെ അള്ളാഹു കോപമുള്ളവരാക്കി മാറ്റുകയും ചെയ്യും. നാം ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണോ, ആരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണോ സത്യം നാം വളച്ചൊടിച്ചത്, അനീതിക്കൊപ്പം നിന്നത്, തിന്മയ്ക്കൊപ്പം നിന്നതെങ്കിൽ നാം പ്രീതിപ്പെടുത്തിയ വ്യക്തികളെ അള്ളാഹു നമുക്കെതിരെ തിരിച്ചുവിടുമെന്ന്, നമ്മോട് ദേഷ്യമുള്ളവരാക്കി കോപമുള്ളവരാക്കി മാറ്റുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നേരെ മറിച്ച് വമൻ അർളല്ലാഹ ഫീ സുഖത്തിന്നാസ്, ജനങ്ങൾക്ക് ദേഷ്യമുണ്ടായാലും, ജനങ്ങൾക്ക് തന്നോട് വെറുപ്പുണ്ടായാലും, ജനങ്ങൾക്ക് തന്നോട് വിദ്വേഷമുണ്ടായാലും അത് പരിഗണിക്കാതെ അള്ളാഹുവിനെ ഒരാൾ സംതൃപ്തനാക്കിയാൽ റളിയ അൻഹു, അള്ളാഹു അവനെ പൊരുത്തപ്പെടും, അള്ളാഹു അവനെ തൃപ്തിപ്പെടും. മാത്രമല്ല വ അർള അൻഹു മൻ അസ്ഖതഹു ഫീ ദിലാ, അള്ളാഹു അവനെ പൊരുത്തപ്പെടുകയും തൻ്റെ പൊരുത്തത്തിൽ ആർക്കാണോ കോപവും അതൃപ്തിയും ഉണ്ടായതെങ്കിൽ അവരിലും ഇയാളോട് ഇഷ്ടമുണ്ടാക്കുകയും അള്ളാഹു ചെയ്യുന്നതാണ്. എത്രത്തോളമെന്ന് വച്ചാൽ ഹത്താ യുസയ്യിനുഹു വയുസയ്യിനു ഖൗലഹു വഅമലഹു ഫീ ഐനിഹി, അതിനു പാകത്തിൽ ഇവനെ അള്ളാഹു അലങ്കരിക്കുകയും ദേഷ്യം പിടിച്ചവന്റെ കണ്ണിൽ ഇവന്റെ വാക്കിനെയും കർമ്മത്തെയും അള്ളാഹു അലങ്കൃതമാക്കി കാണിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ തൃപ്തിക്കേടാർക്കാണോ ഉണ്ടായതെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനം ഒരാൾ ചെയ്തപ്പോൾ, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യം ഒരാൾ പറഞ്ഞപ്പോൾ, സമസൃഷ്ടികളിൽ നിന്നും ഈ സത്യം പറയുന്ന നല്ല കാര്യം പ്രവർത്തിക്കുന്ന ആളോട് ആർക്കാണോ ദേഷ്യവും ഈർഷ്യതയും പകയും പോലും വിദ്വേഷവും ഉണ്ടായതെങ്കിൽ അവരുടെ മനസ്സിൽ ഈ സത്യം പറഞ്ഞ, നന്മ പ്രവർത്തിച്ച, നീതി കാണിച്ച, നീതി പുലർത്തിയ വ്യക്തിയോട് അള്ളാഹു ഇഷ്ടവും സ്നേഹവും ഉണ്ടാക്കും. ഈ മനുഷ്യന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും അവരുടെ ഹൃദയത്തിൽ അള്ളാഹു അലങ്കരിച്ചു കാണിക്കും, അവരുടെ കണ്ണുകളിൽ അള്ളാഹു അലങ്കരിച്ചു കാണിക്കും. അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല
ഈ സത്യം പറഞ്ഞ, ഈ നീതി പുലർത്തിയ മനുഷ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ അലങ്കരിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹത്തിനും അവരുടെ ഇഷ്ടത്തിനും അവരുടെ സാമീപ്യത്തിനും കാരണമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. ബഹുമാനികളെ, നാം ആരെയും തൃപ്തിപ്പെടുത്തിയിട്ട് കാര്യമില്ല, നാം ആരെയും പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജനമനസ്സുകളിൽ ഇഷ്ടവും വെറുപ്പുമെല്ലാം ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. ജനങ്ങൾ അങ്ങേയറ്റം വെറുക്കുന്ന ചില വ്യക്തികൾ പിന്നീട് ചില വാക്കുകളാലോ പ്രവർത്തികളാലോ ജനാംഗീകാരം നേടുകയും ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എത്രയെങ്കിലും നമ്മുടെ മുന്നിലില്ലേ? ആയതിനാൽ ജനങ്ങളുടെ ഇഷ്ടത്തിനും പ്രീതിക്കുമായി അല്ലാഹുവിൻ്റെ കോപത്തിന് നാം ഇരയായി കൂടാ. ജനങ്ങളുടെ തൃപ്തിക്കും പൊരുത്തത്തിനും ഇഷ്ടത്തിനുമായി അല്ലാഹുവിൻ്റെ കോപത്തിന് നാം പാത്രീഭൂതരാകാൻ പാടില്ല. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതമാസകലവും അല്ലാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനുമാക്കി തീർക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അത്തരുണത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്നും വന്നുപോയ സകല അപരാധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. ശിഷ്ടജീവിതം പൂർണ്ണമായും അല്ലാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കുവാൻ നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം അല്ലാഹു പൂർണ്ണമായും പരിഹരിക്കുകയും സന്തോഷവും സംതൃപ്തവുമായ ജീവിതം അവൻ്റെ ത്വാഅത്തിലായി നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടി ഫായിസീകളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉതകുന്ന തരത്തിൽ അവസാനത്തെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിക്കുവാൻ നാം ഏവർക്കും നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.